ദ മാൻ ഓഫ് സ്റ്റീൽ. ആർക്കും തോൽപ്പിക്കാനാകാത്ത ആത്യന്തിക ശക്തി. പതിറ്റാണ്ടുകളായി നമ്മുടെ ഏറ്റവും വലിയ പവർ ഫാന്റസിയാണ് സൂപ്പർമാൻ. വെടിയുണ്ടകളൊക്കെ പഞ്ഞി പോലെയാണ് സൂപ്പർമാന്റെ ദേഹത്ത് വന്ന് പതിക്കുന്നത്. അതിശക്തമായ ഒരു ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനത്തിന്റെ മധ്യത്തിൽ നിന്നിട്ടും സൂപ്പർമാന് ഒരു പോറൽ പോലും പറ്റിയില്ല. ഭീമാകാരമായ ഒരു കെട്ടിടത്തിനെ പുഷ്പം പോലെയാണ് എടുത്തുകൊണ്ടുപോയത്. പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും സൂപ്പർമാന് കഴിയും. അതിവേഗത്തിൽ സഞ്ചരിച്ച് സ്പേസ് ടൈമിനെ വളച്ചൊടിച്ച് സമയത്തിനെ പോലും പിന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പർമാന്റെ മാരകമായ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് മലകളെ പോലും കീറി മുറിക്കാനാകും. അങ്ങനെ ആകെ മൊത്തത്തിൽ തകർക്കാനാകാത്ത ശക്തിയുടെ ഒരു ആത്യന്തിക രൂപകൽപ്പന തന്നെയാണ് സൂപ്പർമാൻ. പക്ഷേ ഇതെല്ലാം സിനിമകളിലെ കാര്യമാണ്. സിനിമകളിലെ ഫിക്ഷനും ഫാന്റസിയും ഒക്കെ മാറ്റി നിർത്തി ശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കിയാൽ സൂപ്പർമാൻ എന്നത് പൂർണ്ണമായും അസാധ്യമാണ്. തകർക്കാനാകാത്ത ഇത്തരമൊരു ശക്തിക്ക് ഒരിക്കലും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കാനാകില്ല. കാരണം സിനിമകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന സൂപ്പർമാൻ ജീവശാസ്ത്രത്തിന്റെയും തെർമോഡൈനാമിക്സിന്റെയും ഗുരുത്വാകർഷണത്തിന്റെയും അങ്ങനെ ശാസ്ത്രത്തിന്റെ എല്ലാ നിയമങ്ങളെയും ലംഘിക്കുന്നതാണ്. എങ്ങനെയാണ് സൂപ്പർമാൻ ശാസ്ത്ര നിയമങ്ങളെയൊക്കെ ലംഘിക്കുന്നതെന്നും എന്തുകൊണ്ട് സൂപ്പർമാൻ അസാധ്യമെന്നും നമുക്ക് നോക്കാം. സിനിമയിലെ സൂപ്പർമാൻ പല രീതിയിലും ശാസ്ത്ര നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ പ്രകാരം ചിറകുകളോ ജെറ്റ് എഞ്ചിനോ ഒന്നുമില്ലാതെ സൂപ്പർമാന് ഒരിക്കലും പറക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു പക്ഷി ചിറകുകൾ ഉപയോഗിച്ച് വായുവിനെ താഴേക്ക് തള്ളുമ്പോഴാണ് അതിന് പറന്നുയരാൻ കഴിയുന്നത്. ഇവിടെ ഒരു ആക്ഷൻ സംഭവിച്ചപ്പോൾ, അതായത് ചിറകുകൾ ഉപയോഗിച്ച് വായുവിനെ താഴേക്ക് തള്ളിയപ്പോൾ അതിന്റെ റിയാക്ഷനായിട്ട് അതിന് വിപരീതവും തുല്യവുമായ ശക്തിയിൽ വായു തിരിച്ച് ചിറകുകളെ തള്ളി. അനന്തരഫലമായിട്ടാണ് പക്ഷിക്ക് പറന്നുയരാൻ സാധിച്ചത്. പക്ഷികളും വിമാനങ്ങളും ഹെലികോപ്റ്റേഴ്സും റോക്കറ്റ്സും അങ്ങനെ പറക്കുന്ന എല്ലാം തന്നെ ഈ നിയമം പാലിക്കുന്നതാണ്. എന്നാൽ സൂപ്പർമാന് ചിറകുകളുമില്ല, ജെറ്റ് എഞ്ചിനുമില്ല. അതുകൊണ്ട് തന്നെ പറന്നുയരാനും സാധിക്കില്ല. ഇനി ഒരുപക്ഷെ എങ്ങനെയോ പറന്നുയർന്നുവെന്ന് തന്നെ കരുതിയാലും മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നാൽ പറക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ എയറോഡൈനാമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ്. അതായത് പറക്കുമ്പോൾ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തവ. പക്ഷികളും ഈ രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. എന്നാൽ സൂപ്പർമാൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സൂപ്പർമാന് കണ്ടിന്യൂസ് ആയിട്ട് പറന്നുകൊണ്ടിരിക്കാനും കഴിയില്ല. എന്തെന്നാൽ പറക്കുന്നതിനിടയിൽ എയർ റെസിസ്റ്റൻസ് കാരണം സൂപ്പർമാന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാകും. അങ്ങനെ കുറച്ചു ദൂരം പറക്കുമ്പോൾ തന്നെ നിയന്ത്രണമില്ലാതെ എവിടെയെങ്കിലും ചെന്നിടിക്കും. മറ്റൊരു കാര്യം, പറക്കുന്നതിനിടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയണമെങ്കിൽ, അതായത് ദിശ മാറണമെങ്കിൽ ആ ദിശയിലേക്ക് ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. ഫ്ലാപ്സും എയൽറോൺസും റഡേഴ്സും ഒക്കെ ഉപയോഗിച്ചാണ് വിമാനങ്ങൾ ഇങ്ങനെ ദിശ മാറുന്നത്. പക്ഷികൾക്കാണെങ്കിൽ വാലും ചിറകുകളും ഒക്കെ ഉപയോഗിച്ച് ദിശ മാറാം. പക്ഷേ വാലും ചിറകുകളും ഒന്നുമില്ലാത്ത സൂപ്പർമാന് ഇങ്ങനെ പറക്കുന്നതിനിടയിൽ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. സൂപ്പർമാന്റെ കണ്ണുകൾക്ക് എക്സ്റേ വിഷൻ ഉണ്ട്. അതായത് എക്സ്റേസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാനുള്ള കഴിവ്. അതിലൂടെ ചുമരിനപ്പുറം എന്താണെന്ന് കാണാൻ പോലും കഴിയും. പക്ഷേ എക്സ്റേസ് പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് പ്രധാന ഘടകങ്ങൾ വേണം: ഡിറ്റക്ടറും എക്സ്റേ സോഴ്സും. ഉദാഹരണത്തിന്, എക്സ്റേ മെഷീനിൽ ഒരു എക്സ്റേ സോഴ്സ് ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ശരീരത്തിലൂടെ എക്സ്റേസ് കടത്തിവിടുമ്പോൾ ശരീരത്തിലെ കട്ടിയുള്ള ഭാഗങ്ങൾ എക്സ്റേസ് അബ്സോർബ് ചെയ്യും. ബാക്കി എക്സ്റേസ് ആണെങ്കിൽ ശരീരത്തിലൂടെ സ്വതന്ത്രമായി കടന്നു പോവുകയും ചെയ്യും. മറുവശത്തിൽ ഒരു ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ശരീരത്തിലൂടെ സ്വതന്ത്രമായി കടന്നുവരുന്ന ബാക്കി എക്സ്റേസിനെ ഇത് ഡിറ്റക്ട് ചെയ്യും. എക്സ്റേ ഷീറ്റിൽ ഇരുണ്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം എക്സ്റേസ് സ്വതന്ത്രമായി കടന്നു വന്ന ഭാഗങ്ങളാണ്. ഇങ്ങനെയാണ് എക്സ്റേ വർക്കാകുന്നത്. ഇവിടെ സൂപ്പർമാന് എക്സ്റേ വിഷനിലൂടെ ചുമരിനപ്പുറം ഉള്ളത് കാണണമെങ്കിൽ സൂപ്പർമാന്റെ കണ്ണുകൾ എക്സ്റേ ഡിറ്റക്ടേഴ്സ് ആയിരിക്കും. അതേസമയം അങ്ങനെ നോക്കുന്ന എല്ലാ ചുമരുകൾക്കപ്പുറവും ഓരോ എക്സ്റേ സോഴ്സും ഉണ്ടായിരിക്കണം. ഇനി അഥവാ സൂപ്പർമാന്റെ കണ്ണുകൾക്ക് എക്സ്റേസ് പുറത്തുവിടാനുള്ള കഴിവുണ്ടെന്ന് തന്നെ കരുതിയാലും അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നാൽ എക്സ്റേസ് ചുമരിനപ്പുറമുള്ള വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് വന്നാൽ മാത്രമേ സൂപ്പർമാന് ചുമരിനപ്പുറമുള്ളത് എന്താണെന്ന് കാണാൻ പറ്റൂ. എന്നാൽ എക്സ്റേസ് അയോണൈസിംഗ് റേഡിയേഷൻ ആണ്. അതിനാൽ അവയെ ഒന്നുകിൽ വസ്തുക്കൾ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അവ വസ്തുക്കളിലൂടെ കടന്നുപോകും. അല്ലാതെ സാധാരണഗതിയിൽ അവ പ്രതിഫലിച്ച് തിരിച്ചു വരാറില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർമാന്റെ എക്സ്റേ വിഷൻ യഥാർത്ഥത്തിൽ വർക്ക് ആവുകയുമില്ല. അതിനു പുറമെ സൂപ്പർമാൻ പുറത്തുവിടുന്ന എക്സ്റേസ് കാരണം മറ്റു മനുഷ്യർക്കെല്ലാം സ്റ്റേജ് 4 ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യും. സൂപ്പർമാന്റെ കണ്ണുകൾ മാരകമായ ആയുധങ്ങളും കൂടെയാണ്. ഈ കണ്ണുകളിലൂടെ തീവ്രമായ ചുവന്ന പ്രകാശം പുറപ്പെടുവിക്കാനാകും. ഹീറ്റ് വിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്.
ഈ ഹീറ്റ് വിഷന് ഏതാനും ചില സെക്കൻഡുകൾക്കുള്ളിൽ സ്റ്റീലിനെ പോലും ഉരുക്കി കളയാനുള്ള ശക്തിയുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ തീർത്തും അസാധ്യമാണ്. എന്തെന്നാൽ ഒരു മെഷീനും ഒരിക്കലും 100% എഫിഷ്യന്റ് ആയിരിക്കില്ല. സൂപ്പർമാന്റെ കണ്ണുകൾ 99% എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് കരുതാം. അതായത് ഉള്ളിലുള്ള ഊർജം പാഴാക്കാതെ 99% ഹീറ്റ് വിഷനായിട്ട് തന്നെ പുറത്തു വിടുമെന്ന് കരുതാം. പക്ഷെ അപ്പോഴും 1% ഊർജം ചൂടിന്റെ രൂപത്തിൽ പാഴാവുകയാണ്. ഹീറ്റ് വിഷന്റെ പവർ ഔട്ട്പുട്ട് എന്നത് പല മെഗാവോട്ട്സ് അളവിലായിരിക്കും. എങ്കിൽ മാത്രമേ കട്ടിയുള്ള സ്റ്റീലും കോൺക്രീറ്റും ഒക്കെ മുറിക്കാൻ സാധിക്കൂ. പല മെഗാവോട്ട്സിന്റെ 1% എന്ന് പറയുമ്പോൾ 10,000 വാട്ട്സ് ആയി. താരതമ്യേന പറഞ്ഞാൽ ശരാശരി മൈക്രോവേവ് ഓവൻ ഏകദേശം 1000 വാട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൂപ്പർമാൻ ഹീറ്റ് വിഷൻ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇത്രയും തീവ്രമായ ചൂട് കാരണം ഏതാനും ചില മില്ലി സെക്കൻഡ്സ് കൊണ്ട് തന്നെ, അതായത് ചുവന്ന പ്രകാശം പുറത്തു വരുന്നതിന് മുന്നേ സൂപ്പർമാന്റെ തല മൊത്തത്തിൽ ഉരുകിപ്പോകും. ഉരുകുമെന്ന് മാത്രമല്ല, തലച്ചോറിന്റെ 75% യഥാർത്ഥത്തിൽ ജലമാണ്. ഈ തീവ്രമായ ചൂട് കാരണം തലച്ചോറിലുള്ള ജലം മൊത്തം ഏകദേശം ഇൻസ്റ്റന്റ് ആയിട്ട് നീരാവിയാകും. ജലം നീരാവിയാകുമ്പോൾ അത് 1600 മടങ്ങ് വികസിക്കും. ഇത് കാരണം സൂപ്പർമാന്റെ തലയിൽ മാരകമായ സമ്മർദ്ദം ഉണ്ടാവുകയും ഒടുവിൽ ആ സമ്മർദ്ദം താങ്ങാനാകാതെ തലയോട്ടി പൊട്ടിച്ചിതറുകയും ചെയ്യും. അതിനാൽ സൂപ്പർമാന് ഒരിക്കലും ഹീറ്റ് വിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഊർജമാണ് സൂപ്പർമാന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. സൂര്യനിൽ നിന്നും വരുന്ന റേഡിയേഷനാണ് സൂപ്പർമാന്റെ ഊർജ സ്രോതസ്. പക്ഷേ സൂപ്പർമാന്റെ ശരീരം 100% എഫിഷ്യന്റായി സൗരോർജം ശേഖരിച്ചാലും ശരീരത്തിന്റെ മുഴുവൻ സർഫസ് ഏരിയ വെച്ച് നോക്കുമ്പോൾ സൂപ്പർമാൻ ഒരു ദിവസം മൊത്തം ശേഖരിക്കുന്ന സൗരോർജം കൊണ്ട് ഒരു ചെറിയ ടോസ്റ്റർ പ്രവർത്തിപ്പിക്കാൻ മാത്രമേ പറ്റൂ. അതും ഏതാനും ചില മിനിറ്റുകൾ നേരത്തേക്ക് മാത്രം. എന്നാൽ വെറും 1 സെന്റിമീറ്റർ മാത്രം കട്ടിയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിനെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് ഉരുക്കുകയും ഏതാനും ചില സെക്കൻഡുകൾ കൊണ്ട് അതിലൊരു ചെറിയ ദ്വാരമിടുകയും ചെയ്യണമെങ്കിൽ സൂപ്പർമാന് ഏകദേശം 1 മെഗാവാട്ട് പവർ ഔട്ട്പുട്ട് ആവശ്യമാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 1000 വാട്ട്സ് സൂപ്പർമാന് ലഭിക്കുമെന്ന് കരുതിയാലും ഇതിനുവേണ്ടി സൂപ്പർമാൻ 17 മണിക്കൂറുകൾ നേരം സൗരോർജം ശേഖരിക്കേണ്ടതുണ്ട്. ഇതിപ്പോ വെറും 1 സെന്റിമീറ്റർ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റിൽ വളരെ ചെറിയൊരു ദ്വാരമിടുന്ന കാര്യമാണ് പറഞ്ഞത്. അവസാനത്തെ സൂപ്പർമാൻ സിനിമയിൽ 100 കണക്കിന് റോബോട്ട്സിനെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും നേരം അത്രയും പവർഫുൾ ആയിട്ട് ഹീറ്റ് വിഷൻ ഉപയോഗിക്കണമെങ്കിൽ സൂപ്പർമാൻ പല മാസങ്ങൾ മുതൽ വർഷങ്ങളോളം വരെ സൗരോർജം ശേഖരിക്കേണ്ടി വരും. അതായത് ഒരിക്കൽ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം വരെ സൂപ്പർമാനെ ഹീറ്റ് വിഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ അത്രയും വൻതോതിലുള്ള ഊർജം ശരീരത്തിൽ ശേഖരിച്ച് വെക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. നമ്മൾ ഫാറ്റിന്റെ രൂപത്തിലാണ് ശരീരത്തിൽ ഊർജം ശേഖരിച്ച് വെക്കുന്നത്. ഏകദേശം 37 മെഗാ ജൂൾസ് പെർ കിലോഗ്രാം ആണ് ഫാറ്റിന്റെ എനർജി ഡെൻസിറ്റി. റോബോട്ട്സിനെ ആക്രമിക്കാൻ 1 മിനിറ്റ് നേരം ഹീറ്റ് വിഷൻ ഉപയോഗിക്കണമെങ്കിൽ ഏകദേശം 3000 മെഗാ ജൂൾസ് ആവശ്യമാണ്. സൂപ്പർമാന്റെ ഭാരം 100 കിലോഗ്രാം ആണെങ്കിൽ അതോടൊപ്പം സൂപ്പർമാന്റെ ശരീരം മൊത്തം ഫാറ്റ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നതെങ്കിൽ സൂപ്പർമാനെ ഏകദേശം 1 മിനിറ്റ് നേരം അത്രയും ശക്തമായ ഹീറ്റ് വിഷൻ ഉപയോഗിക്കാനാകും. പക്ഷേ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ സൂപ്പർമാന്റെ സ്കെലറ്റൻ മാത്രമേ ബാക്കി കാണൂ. കാരണം ബാക്കി ശരീരം മൊത്തം ഹീറ്റ് വിഷൻ ആവശ്യമായ ഊർജത്തിന് വേണ്ടി ബേൺ ചെയ്യേണ്ടി വരും. ഇതല്ലെങ്കിൽ സൂപ്പർമാന് 10 തിമിംഗലങ്ങളുടെ അത്രയും വലിപ്പമുണ്ടായിരിക്കണം. എങ്കിൽ ശരീരത്തിൽ ഇതിനാവശ്യമായ ഊർജം ശേഖരിച്ചു വെക്കാൻ സാധിക്കും. സൂപ്പർമാന് അത്രയും വലിപ്പമില്ലാത്തതിനാൽ വേണമെങ്കിൽ അത്യധികം സാന്ദ്രത കൂടിയ എന്തോ പദാർത്ഥം കൊണ്ടാണ് സൂപ്പർമാന്റെ ശരീരം നിർമ്മിതമായിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനൊരു പദാർത്ഥം സാധാരണഗതിയിൽ നിലനിൽക്കുക എന്നത് അസാധ്യമാണ്. എന്നിരുന്നാലും അങ്ങനെ എന്തോ പദാർത്ഥം കൊണ്ടാണ് സൂപ്പർമാൻ നിർമ്മിതമായിരിക്കുന്നതെന്ന് നമുക്ക് കരുതാം. എന്നാൽ അങ്ങനെയാണെങ്കിൽ സൂപ്പർമാന് പല ലക്ഷക്കണക്കിന് കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. പക്ഷെ അത്രയും ഭാരമുണ്ടെങ്കിൽ സൂപ്പർമാന് മനുഷ്യനിർമ്മിതമായ ഒരു ബിൽഡിങ്ങിലും കയറാനാകില്ല. കയറിയാൽ ഉടൻ തന്നെ ആ കെട്ടിടം ഭാരം താങ്ങാനാകാതെ തകർന്നു പോകും. റോഡിലൂടെ നടന്നാൽ റോഡ് മൊത്തം തകരും. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാണ്. മറ്റൊരു കാര്യം, ഇത്രയും സാന്ദ്രത കൂടിയ ഈ ഊർജ സ്രോതസ് അങ്ങേയറ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. സൂപ്പർമാന്റെ ദേഹത്ത് എവിടെയെങ്കിലും വളരെ ചെറിയൊരു പോറൽ പറ്റിയാൽ പോലും അതുവഴി ഉള്ളിലുള്ള ഊർജം ഒരു ന്യൂക്ലിയർ വിസ്ഫോടനം പോലെ പുറത്തു വരും. ഓർക്കുക, ഇത് 1 മിനിറ്റ് നേരം ഹീറ്റ് വിഷൻ ഉപയോഗിക്കാൻ ആവശ്യമായ ഊർജം ശേഖരിച്ച് വെക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സൂപ്പർമാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ഊർജം ശേഖരിക്കാൻ ഇതിനേക്കാളുമൊക്കെ ഒരുപാട് സാന്ദ്രത ആവശ്യമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും സാന്ദ്രതയേറിയ പദാർത്ഥമാണ് ഡീജനറേറ്റ് മാറ്റർ. വൈറ്റ് ഡ്വാർഫ്സും ന്യൂട്രോൺ സ്റ്റാർസും പോലെയുള്ള പ്രപഞ്ച വസ്തുക്കളിലാണ് ഇത്തരം പദാർത്ഥങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ പദാർത്ഥം കൊണ്ടാണ് സൂപ്പർമാൻ നിർമ്മിതമായിരിക്കുന്നതെങ്കിൽ സൂപ്പർമാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമുള്ള മുഴുവൻ ഊർജവും തീർച്ചയായും സൂപ്പർമാന് ശരീരത്തിൽ ശേഖരിച്ച് വെക്കാൻ സാധിക്കും.
എങ്കിൽ പിന്നെ സൂപ്പർമാൻ ഇത്തരം പദാർത്ഥം കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ 1 ടീസ്പൂൺ അളവ് ന്യൂട്രോൺ ഡീജനറേറ്റ് മാറ്ററിന് പല ലക്ഷം കോടി കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. അപ്പോൾ സൂപ്പർമാന് ഒരു വലിയ ഉൽക്കയുടെ അത്ര ഭാരമുണ്ടായിരിക്കും. പക്ഷെ അതേസമയം സൂപ്പർമാന്റെ വലിപ്പം തീരെ ചെറുതായതിനാൽ സൂപ്പർമാന്റെ ഗ്രാവിറ്റി അതിതീവ്രമായിരിക്കും. അതായത് ഏകദേശം ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ. സൂപ്പർമാന്റെ അടുത്ത് പോകുന്നവരേക്ക് സൂപ്പർമാന്റെ അതിതീവ്രമായ ഗ്രാവിറ്റി കാരണം വലിച്ചു കീറപ്പെടും. ഇത്രയേറെ സങ്കീർണമാണ് സൂപ്പർമാന്റെ ഊർജം. സൂപ്പർമാന്റെ തൊട്ടടുത്ത് വെച്ച് ഒരു ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനം സംഭവിക്കുന്നുണ്ട്. അത് സൂപ്പർമാനെ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തില്ല. പക്ഷേ ഒരു ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനത്തിൽ മാരകമായ ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ഷോക്ക് വേവിന് വലിയ പർവ്വതങ്ങളെ പോലും ഇടിച്ച് പറത്താനുള്ള ശക്തിയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഷോക്ക് വേവ് വന്നിടിക്കുന്നതിന്റെ ശക്തിയിൽ സൂപ്പർമാൻ 0-ൽ നിന്നും 20,000 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഇത് കാരണമുണ്ടാകുന്ന ജി ഫോഴ്സ് സൂപ്പർമാനെ ചമ്മന്തിയാക്കി മാറ്റും. ഒരുപക്ഷെ ഈ ഷോക്ക് വേവ് സൂപ്പർമാന് താങ്ങാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്നിരുന്നാലും ഒരു ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനത്തിന്റെ കേന്ദ്രഭാഗത്തിന് 10 കോടി ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉണ്ടായിരിക്കും. ഓർക്കുക, സൂര്യന്റെ കേന്ദ്രഭാഗത്തിന് പോലും വെറും 1.5 കോടി ഡിഗ്രി സെൽഷ്യസ് താപനിലയേ ഉള്ളൂ. നമുക്കറിയാവുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൂട് താങ്ങാൻ കഴിയുന്നത് ടാന്റാലം ഹാഫ്നിയം കാർബൈഡ് ആണ്. പക്ഷെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് പോലും ഏകദേശം 4200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പിന്നെ 10 കോടി ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കാരണവശാലും സൂപ്പർമാന് താങ്ങാൻ പറ്റുന്നതല്ല. അത്രയും തീവ്രമായ താപനിലയിൽ എത്ര കഠിനമായ പദാർത്ഥമായിരുന്നാലും പൂർണ്ണമായും ഉരുകി നീരാവിയായി മാറും. അപ്പോൾ ന്യൂക്ലിയർ വിസ്ഫോടനത്തിന്റെ മധ്യത്തിൽ നിന്നാൽ സൂപ്പർമാൻ യഥാർത്ഥത്തിൽ ഒരൊറ്റ മൈക്രോ സെക്കൻഡിൽ തന്നെ അപ്രത്യക്ഷമായി പോകും. ഇനി അഥവാ എന്തോ മിറാക്കിൾ കാരണം താപനില താങ്ങാൻ കഴിഞ്ഞാലും താപനിലയ്ക്ക് പുറമെ വിസ്ഫോടനത്തിൽ നിന്നും വൻതോതിൽ അയണൈസിംഗ് റേഡിയേഷൻ വമിക്കും. അതായത് ഗാമ റേസും എക്സ്റേസും പോലെയുള്ള അതിശക്തമായ പ്രകാശകിരണങ്ങൾ. ഈ റേഡിയേഷന് ഇലക്ട്രോൺസിനെയൊക്കെ അവയുടെ ഓർബിറ്റിൽ നിന്നും തെറിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ബോണ്ട്സ് കാരണമാണ് പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ റേഡിയേഷൻ കാരണം ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതോടെ ആറ്റങ്ങൾക്കിടയിലുള്ള ആ ബോണ്ട് മുഴുവൻ തകരും. അനന്തരഫലമായി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ആറ്റം പോലും ബാക്കിയില്ലാത്ത തരത്തിൽ സൂപ്പർമാൻ പൂർണ്ണമായും പൊടിഞ്ഞു പോകും. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും സൂപ്പർമാന് കിട്ടില്ല. ബുള്ളറ്റ്സ് വന്ന് പതിക്കുമ്പോൾ ഒരു പോറൽ പോലും പറ്റിയില്ലെങ്കിലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം വെടിയുണ്ട വന്ന് പതിക്കുന്നതിന്റെ ആഘാതത്തിൽ സൂപ്പർമാൻ ശകലമെങ്കിലും പിന്നിലോട്ട് പോകേണ്ടതാണ്. എന്നാൽ വെടിയുണ്ടകൾ കൊള്ളുമ്പോൾ ഒരു ഇഞ്ച് പോലും അനങ്ങാതെ നിൽക്കുന്ന സൂപ്പർമാനെയാണ് സിനിമകളിൽ നമ്മൾ കാണുന്നത്. സൂപ്പർമാന്റെ ഭാരം ഒരുപാട് കൂടുതലാണെങ്കിൽ തീർച്ചയായും ബുള്ളറ്റ്സ് കൊള്ളുമ്പോൾ അനങ്ങാതെ നിൽക്കാൻ പറ്റും. പക്ഷേ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സൂപ്പർമാന് എന്തായാലും ഭാരം കൂടുതലൊന്നുമല്ല. അപ്പോൾ പിന്നെ വെടിയുണ്ടകൾ കൊള്ളുമ്പോൾ സൂപ്പർമാൻ തീർച്ചയായും പിന്നിലോട്ട് പോകേണ്ടതാണ്. സൂപ്പർമാന് അതിശയകരമായ സൂപ്പർ ഹിയറിംഗ് കഴിവുണ്ട്. അതായത് ഒരുപാട് അകലെയുള്ള ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലുള്ള ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ആ ശബ്ദം ന്യൂയോർക്കിൽ നിൽക്കുന്ന സൂപ്പർമാന് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇതിലുള്ള ഒന്നാമത്തെ പ്രശ്നം എന്നത് ശബ്ദം 343 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിൽ നിൽക്കുന്ന സൂപ്പർമാൻ ഇന്ത്യയിൽ നിന്നുമുള്ള ശബ്ദം കേൾക്കുന്നത് മണിക്കൂറുകളോളം കഴിഞ്ഞ ശേഷമായിരിക്കും. അപ്പോഴേക്കും രക്ഷിക്കണേ എന്ന് വിളിച്ചയാള് പടമായിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ സൂപ്പർ ഹിയറിംഗ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്നത് സൂപ്പർമാന്റെ ചെവികൾ ഇത്രയും സെൻസിറ്റീവ് ആണെങ്കിൽ സൂപ്പർമാന്റെ ഹൃദയം ഇടിക്കുന്ന ശബ്ദം പോലും വലിയൊരു ന്യൂക്ലിയർ വിസ്ഫോടനത്തിന്റെ ശബ്ദമായിട്ടായിരിക്കും സൂപ്പർമാന് അനുഭവപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ സൂപ്പർമാന് നോയിസ് കാരണം ഒന്നും തന്നെ കൃത്യമായിട്ട് കേൾക്കാൻ കഴിയില്ല. സൂപ്പർമാന്റെ മറ്റൊരു കഴിവാണ് കോൾഡ് ബ്രത്ത്. അതായത് ശ്വാസം കൊണ്ട് വസ്തുക്കളെ മരവിപ്പിക്കാനുള്ള കഴിവ്. ലങ്സിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന വാതകമാണ് സൂപ്പർമാൻ കോൾഡ് ബ്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ചെറിയ എന്തെങ്കിലും വസ്തുക്കളെയാണ് ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്നതെങ്കിൽ അത് പൂർണ്ണമായും സാധ്യമാണെന്ന് പറയാമായിരുന്നു. കാരണം കംപ്രസ്ഡ് ആയ വാതകം വളരെ ചെറിയൊരു വാൽവിലൂടെ വേഗത്തിൽ തുറന്നുവിട്ടാൽ പുറത്തു വരുന്ന വാതകം പെട്ടെന്ന് തണുക്കും. ജൂൾ തോംസൺ എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഫ്രിഡ്ജും എസിയും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇത് സൂപ്പർമാന് വർക്കാകില്ല. എന്നാൽ സൂപ്പർമാൻ വളരെ വലിയൊരു കായലിനെ പോലും ഇങ്ങനെ ഫ്രീസ് ആക്കുന്നതായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കായലിനെ ഫ്രീസ് ആക്കണമെങ്കിൽ അത്രയേറെ കംപ്രസ്ഡ് വാതകം ആവശ്യമാണ്. അങ്ങനെ അത്രയും വൻതോതിൽ വാതകം കംപ്രസ് ചെയ്ത് വെക്കാൻ സൂപ്പർമാന്റെ ലങ്സിന് കഴിയുമോ എന്നത് തന്നെ ഒരു വലിയ ചോദ്യമാണ്. കാരണം അതിന് മാത്രം വോളിയം സൂപ്പർമാന്റെ ലങ്സിന് കാണില്ല. ഇനി അഥവാ സൂപ്പർമാൻ അത് കഴിയുമെന്ന് തന്നെ കരുതിയാലും വാതകം അത്രയേറെ കംപ്രസ് ചെയ്താൽ അത് ചൂടാവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ തണുക്കുകയല്ല.
അനന്തരഫലമായി തണുത്ത ശ്വാസത്തിന് പകരം സൂപ്പർമാൻ തീ പോലെ ചൂട് കൂടിയ വാതകമായിരിക്കും പുറത്തുവിടുന്നത്. അപ്പോൾ കോൾഡ് ബ്രത്ത് എന്ന പേര് മാറ്റി ഡ്രാഗൺ ബ്രത്ത് എന്ന് പറയേണ്ടി വരും. ആകെ മൊത്തത്തിൽ ശാസ്ത്രപരമായി നോക്കുമ്പോൾ സൂപ്പർമാൻ എന്ന കഥാപാത്രം നമ്മുടെ സകല ശാസ്ത്ര നിയമങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ശക്തിക്ക് ഒരിക്കലും പ്രപഞ്ചത്തിൽ നിലനിൽക്കാനും സാധിക്കില്ല. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.